شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിറാണ്. സൂറത്തുൽ മുദ്ദസിറിലെ 47 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 48 മുതൽ ഇനി പഠിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ തൻഫഉഹും ശഫാഅത്തുശ് ശാഫിഈൻ ഫമാ ലഹും അനിത് തദ്കിറതി മുഅ്രിദീൻ. 48ഉം 49ഉം ആയത്തുകളാണ് ഓതിവെച്ചത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് നരകക്കാരായ ആളുകളുടെ സംസാരമായിരുന്നു. സ്വർഗക്കാരായ ആളുകൾ നരകക്കാരായവരോട് എന്തേ നിങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം എന്ന് ചോദിച്ചതിനുള്ള മറുപടി ആണ് നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത്. ആ മറുപടി നമ്മൾ പഠിച്ചത് നമ്മൾ അത്തരം ആളുകളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. ഇനി റബ്ബ് പറയാൻ പോകുന്നത്, മരണം വരെ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിച്ച ആളുകൾ, നിസ്കാരം നിർവഹിക്കാതെ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ, നല്ല കാര്യങ്ങൾ ചെയ്യാതെ ജീവിച്ച ആളുകൾ, അവരുടെ ആഖിറത്തിലുള്ള അവസ്ഥയാണ് അല്ലാഹു തആല 48 പറയുന്നത്. അവർക്ക് വല്ല രക്ഷയും ഉണ്ടാവുക? ദുന്യാവിനും രക്ഷ ഉണ്ടാവില്ല, ആഖിറത്തിനും രക്ഷ ഉണ്ടാവില്ല. ആരെങ്കിലും ശഫാഅത്ത് ചെയ്താൽ രക്ഷപ്പെടുമോ? ഇല്ല, ഒരു രക്ഷയും അവർക്കുണ്ടാവില്ല. അതാണ് പറയുന്നത് ഫമാ തൻഫഉഹും ശഫാഅത്തുശ് ശാഫിഈൻ. 48ാമത്തെ ആയത്ത്. ഫമാ തൻഫഉഹും, അതിനാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, ഫമാ തൻഫഉഹും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്ത്? ശഫാഅത്തു, ശുപാർശ പ്രയോജനപ്പെടുകയില്ല. ആരുടെ? അശ്ശാഫിഈൻ, ശുപാർശ ചെയ്യുന്ന ആളുകളുടെ ശുപാർശ ഇവർക്ക് ഒരു നിലക്കും പ്രയോജനപ്പെടുകയില്ല. കാരണം മരണം വരെ തോന്നിയതുപോലെ ജീവിച്ച ആളുകൾക്ക് എന്ത് ശുപാർശ ആഖിറത്ത് കിട്ടുക? നേരെ നരകത്തേക്ക് പോകാന്നല്ലാതെ. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, ആമീൻ. അപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഈ ആളുകൾ നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് ഇനി അവർക്ക് ശുപാർശ ചെയ്യാൻ ആരുണ്ടാവില്ല. ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ ശുപാർശ സ്വീകരിക്കില്ല, അതിന് സാധ്യതയുമില്ല. ഇതാണ് സത്യത്തെ ധിക്കരിക്കുന്ന, ഈ രൂപത്തിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളുടെ പര്യവസാനം. അത് ക്ലിയർ കട്ടായി പറഞ്ഞു. ഫമാ തൻഫഉഹും ശഫാഅത്തുശ് ശാഫിഈൻ, ഉപകാരപ്പെടുകയേ ഇല്ല. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകൾക്ക് ശഫാഅത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. മുഅ്മിനീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ അവിടെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവർ ചെയ്തത് പരലോകം എന്നൊന്നില്ല എന്ന് പറഞ്ഞ് ഒക്കെ നിഷേധിച്ച സത്യനിഷേധികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് ശഫാഅത്ത് സ്വീകരിക്കൂല, ആർക്കും ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ടാവില്ല. അവിടെ നിന്ന് മനസ്സിലായി, അല്ലാത്ത ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ആളുണ്ടാവും. മുവഹിദീങ്ങളായ ഏകദൈവ വിശ്വാസികളായ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ആളുണ്ടാവും. ഒരുപാട് ഹദീസിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അല്ലാഹു തആല പല ആളുകൾക്കും അതിന് അവസരം കൊടുക്കുമെന്നാണ്. കാരണം എന്തേ? അവർ ഏകദൈവ വിശ്വാസികളാണ്, റബ്ബിൽ വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് ശഫാഅത്ത് പരിഗണിച്ച് പല ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് പുറത്തു വെക്കും. പക്ഷെ കാഫിരീങ്ങളെ ആളുകൾക്ക് ഒരു ശഫാഅത്തും അവിടെ നടക്കൂല, ഒരു ശാഫിഉം അവിടെ ഉണ്ടാകൂല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. മഹാന്മാരായ ആളുകളൊക്കെ ഇത് നിരവധി ഹദീസുകളിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യും. ജിബ്രീൽ അലൈഹി സ്വലാമിന് ശഫാഅത്ത് ചെയ്യാൻ അവസരം ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യും, മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മലായിക്കത്ത്, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, സച്ചരിതരായ ആളുകൾ, ശുഹദാക്കൾ, ഇവർക്കൊക്കെ അവസരം ശഫാഅത്ത് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ മുമ്പ് വിഷയങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അള്ളാഹു സമ്മതം കൊടുത്തുകൊണ്ട് അവരോട് ശഫാഅത്ത് ചെയ്യാൻ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ശഫാഅത്ത് ചെയ്യും. ആ ശഫാഅത്ത് അള്ളാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. അത് പിന്നെ ഇൽമു പഠിക്കാൻ കൂടെ ആളുകൾക്കും ഉണ്ടാവും എന്നുള്ളതാണ്.
നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഒരു സദസ്സിൽ കൂടിയ ആളുകൾ, ഒരു കൂട്ടം കൂടിയ ആളുകൾ, അത് നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ചിരുന്ന ആളുകൾ, അവർക്കും ഇതേപോലെ ശഫാഅത്തിന് അവസരം കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ. ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ പടച്ചവൻ അത് ഇന്ന ആളാണോ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ശഫാഅത്തിന് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുത്തണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലാത്തൊരു അംഗമാണ് ആ ദിവസങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. അള്ളാഹു നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട രംഗമാണ്. ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ എവിടെയല്ല ആലോചിക്കാനും നേരം, വേറെ എത്രങ്ങാനും പണികൾ ചെയ്യാനുണ്ട്, ആലോചിക്കാനുണ്ട്. എന്നിട്ട് അപ്പോൾ അതൊക്കെ പറയണം. അതൊക്കെ പിന്നെ ആലോചിക്കാൻ, മരിച്ചിട്ടല്ലേ എന്നപ്പോൾ നമ്മുടെ ചിന്ത. അല്ല, അതിപ്പോൾ ആലോചിക്കണം. ആ രംഗം ഗൗരവമാണ്. പരസ്പരം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. യാ റബ്ബ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകൾ ശഫാഅത്ത് ചെയ്യും. അള്ളാഹു അവരെ നരകത്തിൽ നിന്നും അതുകൊണ്ട് മോചിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വരുമെന്നാണ്, അന അർഹമുർ റഹീമീൻ, ഞാൻ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും ശഫാഅത്ത് സ്വീകരിച്ചിട്ട് അള്ളാഹു തആല നരകത്തിലുള്ള മുഅ്മിനീങ്ങളായ ആളുകളെ രക്ഷപ്പെടുത്തുമെന്നാണ്. ഒരുപാട് ആളുകൾ ഓരോ തവണയും രക്ഷപ്പെടുത്തുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാത്ത കാഫിരീങ്ങളായ ആളുകൾ അവർക്കൊരു രക്ഷയും ഉണ്ടാവുകയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി കിട്ടേണ്ട ശഫാഅത്ത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ശഫാഅത്തുൽ ഉളുമ എന്നറിയപ്പെടുന്ന ശഫാഅത്തുണ്ട്. വേറെയും നിരവധി ശഫാഅത്തുകളുണ്ട്. ശഫാഅത്തുൽ ഉളുമ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹ്ശറിലെ എല്ലാ ആളുകളും കൂടി നിൽക്കുന്ന സമയത്ത് രണ്ടാലൊരു തീരുമാനത്തിന് വേണ്ടി ആളുകൾ ആവശ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ നിന്നിട്ട് ഇടങ്ങാറായി, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, ഇവിടെ നിന്നാണ് പോയി കിട്ടണം, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാൻ അള്ളാഹുവിനോടൊന്ന് പറയും, ഹിസാബ് തുടങ്ങാൻ റബ്ബിനോട് പറയും എന്ന് പറഞ്ഞ് സർവ്വ അമ്പിയാക്കളുടെയും അടുത്തേക്കും പോയി എല്ലാവരും കൈയൊഴിയുമ്പോൾ അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഷഫാഅത്ത് ഷഫാഅത്തുൽ ഉളുമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണ് ഈ വിചാരണ തുടങ്ങുന്നത്. പിന്നെ വേറെയും ഒരുപാട് ഷഫാഅത്തുകൾ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഷഫാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമുദായത്തിൽപ്പെട്ട എല്ലാ ആളുകളും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടല്ല സ്വർഗത്തിൽ കടക്കുകയില്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാം. സിറാത്ത് പാലത്തിൻ്റെ അവിടെ നമ്മൾ രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കരെ നിൽക്കുന്നുണ്ടാവും. യാ റബ്ബി സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് പടച്ചവനെ രക്ഷപ്പെടുത്തും. നമ്മളത്താകെ നമുക്ക് തുണയും തണിയുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലോണം സ്വലാത്തുലിക്കോളിയും നല്ലോണം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോളിയും അവിടുത്തെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിച്ചോളിയും, എന്നാൽ രക്ഷപ്പെടാം. ആ ഷഫാഅത്ത് അതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ്. വർസുഖന ഷഫാഅത്തഹു യൗമൽ ഖിയാമ. ബാങ്കിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചോദിക്കുന്ന വിഷയങ്ങളാണ്. വർസുഖന ഷഫാഅത്തഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ റബ്ബേ ഞങ്ങൾക്ക് നീ അവിടുത്തെ ഷഫാഅത്ത് നൽകണമേ എന്ന്. അള്ളാഹു നമ്മളതിന് കാരണക്കാരാക്കട്ടെ, നമ്മളതിന് ആ ഷഫാഅത്തിൽ നമ്മളെ കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹത നേടിയെടുക്കുക എന്നത് വലിയ വിഷയമാണല്ലോ. അതിന് നമ്മളിപ്പോൾ മെനക്കെടണം. അർഹത നേടിയെടുക്കാതെ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? യോഗ്യത ഉണ്ടായിട്ടില്ലേ നമ്മൾ ചോദിക്കാൻ പറ്റുള്ളൂ. എന്ത് യോഗ്യത ഇപ്പം നമുക്കൊക്കെ ഉള്ളതില്ലേ? അള്ളാഹിൻ്റെ മഹദ് ഫضൽ എന്നല്ലാതെ എന്ത് യോഗ്യത നമുക്കുള്ളത്? പരമാവധി ശ്രമിക്കുക, അതന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ശ്രമിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നമ്മൾ പറയലില്ലേ, പടച്ചോനെ ഞാൻ പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്നതനുസരിച്ച് ഞാൻ നീ പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട്, എന്നാലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവും, പുറത്തു തരണേന്ന് നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദുആ ചെയ്യുന്നത്. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت. കണ്ടോ, وانا على عهدك ووعدك ما استطعت. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ നീ പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട്, എന്നാലും പാളിച്ചകൾ ഉണ്ടാവാം, പിശാച് കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് റബ്ബേ നീ പുറത്തു വരണേ എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആലയുടെ മഹദ് ഫضലുകൊണ്ട് നമുക്ക് നമ്മൾ ആഖിറം റബ്ബ് രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ഞാൻ ചെന്നിട്ട് കയ്യും വീശി ചെന്നിട്ട് കൊണ്ടാന്ന് പറഞ്ഞ് വാങ്ങാൻ മാത്രം നമുക്കൊന്നുമില്ല എന്നർത്ഥം. ഔദാര്യം തന്നെ വേണം, റബ്ബിൻ്റെ ഔദാര്യം തന്നെ കിട്ടണം. ഇതാണ് 48-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. 49-ാമത്തെ ആയത്ത് ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. ഇങ്ങനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നസയെ കൊടുത്തിട്ടും ഈ ചങ്ങാമാർ പിന്നെ എന്താ പിന്തിരിഞ്ഞു പോകുന്നത്? ഇതാണ് അല്ലാഹു തആല അവിടെ ചോദിക്കുന്നത്. ആ പിന്തിരിഞ്ഞു പോകുന്ന പോക്കിന് ഉദാഹരണവും 50-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല പറയുന്നുണ്ട്. 49-ൽ പറയുന്നത് എന്താണ്? ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ. ഫമാലഹും അവർക്ക് എന്തായിപ്പോയി? ഈ ചങ്ങായിമാർക്ക് എന്തായിപ്പോയി? അനി തദ്കിറതി ഈ ഉത്ബോധനത്തെ വിട്ട് മുഅ്രിദീൻ അവർ തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു. അവർക്ക് എന്തായിപ്പോയി? ഈ വളരെ കൃത്യമായ ഉത്ബോധനത്തെയും വിട്ട് തിരിഞ്ഞു കളയാൻ മാത്രം അവർക്ക് എന്തായിപ്പോയി? ഫമാലഹും അവർക്ക് എന്തായിപ്പോയി? എന്ത് പറ്റി അവർക്ക്?
അനിത്തതിക്കറ. പരിശുദ്ധ ഖുർആൻ തദിക്കറത്താണെന്ന് അള്ളാഹുവിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓർമ്മയാണ്, ഉത്ബോധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ഉത്ബോധനം കൊടുത്തിട്ട് മുഅ്രിദീൻ, അതിനെ ഇറാദ ചെയ്യുന്ന ആളുകൾ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, ഇവർക്ക് എന്തേ പറ്റി? അങ്ങനെ നല്ല ഒരു ഉത്ബോധനം വന്ന ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നത്, എന്തേ ഇവർക്ക് പറ്റി? സുബ്ഹാനല്ലാഹ്. രണ്ട് കോലത്തിൽ ഇറാദ് ഉണ്ടാവാം, ഈ പിന്തിരിഞ്ഞ കളയിൽ രണ്ടു രൂപത്തിലുണ്ടാവാമെന്ന് മഹാനായ മുഖാത്തുൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനെ പിന്നെ തിരിഞ്ഞു കളയുക എന്ന് രണ്ട് രൂപത്തിലുണ്ടാവാം. ഒന്നുകിൽ അൽ ജുഹൂദ് വൽ ഇൻകാർ, അതിനെ നിഷേധിക്കാം, ഖുർആനിനെ നിഷേധിച്ചിട്ട് പറ്റേ ഖുർആനിനെ ഒഴിവാക്കുക. രണ്ടാമത്തേത് നിഷേധിക്കണമെന്നില്ല, ഖുർആനിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. രണ്ടും ഇറാദാണ് എന്നാണ്. ഇത് ഇനിയും വിശദീകരിച്ച് പറയാം. ഖുർആൻ ഓതാതിരിക്കുക എന്നുള്ളതും ഇറാദാണ്. ഖുർആൻ നമ്മൾ നിഷേധിക്കണമെന്നില്ല, പക്ഷെ ഓതാൻ നമുക്ക് മടിയാണ്, അതൊരു ഇറാദാണ്. ഖുർആനിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇറാദും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിഷേധിക്കില്ല, നമ്മൾ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകളാണ്. നിഷേധിക്കുന്നത് കുഫ്രിയത്താണ്, അതാണ് കാഫിര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായ ഇറാദ്. പിന്നെ ഖുർആനുള്ളതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അത് നമ്മളൊക്കെ പെടൂലേ? അള്ളാഹു നമ്മളൊക്കെ ആക്കണേ റബ്ബേ. അതിലൊക്കെ നമ്മളൊക്കെ പെടുന്നില്ലേ? ഖുർആൻ പറഞ്ഞത് നമ്മൾ കേൾക്കാത്ത കുറേ സംഗതികളില്ലേ? പരമാവധി അറിഞ്ഞതനുസരിച്ച് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അതേപോലെ തന്നെ വേറെ ചില വിഷയങ്ങളുണ്ട്, വേറെയും ചില വിഷയങ്ങളുണ്ട്. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓതാതിരിക്കുക, ഓത്ത് ഒഴിവാക്കുക, എപ്പോഴെങ്കിലും ഒന്ന് മുസാഫ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റമദാൻ മാത്രം എടുത്തു നോക്കുക, അല്ലെങ്കിൽ പിന്നെന്താണ് പറയുക, റമദാൻ ഖുർആൻ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഖുർആൻ പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, അതൊന്നും എനിക്ക് വേറെ പണിയുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിടുക. നമ്മൾ തന്നെ എത്രയോ മൂന്ന് തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. ആ പരമാവധി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു നിയ്യത്താണ്. നമ്മൾക്കും പഠിക്കാലോ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ജീവിതവും ക്രമപ്പെടുത്താൻ എന്നൊരു നിയ്യത്ത് കൊടുക്കാൻ ഇതിന് പിന്നിലുള്ളത്. അപ്പം അത്തരം അവസരങ്ങൾ ഒഴിവാക്കുക, അതും ഇറാദിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഫമാലഹും അനിത്തദിക്കറത്തി മുഅ്രിദീൻ എന്ന ആയത്തെ അത് ഓരെക്കുറിച്ച് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ നിൽക്കണ്ട, നമ്മളൊക്കെ പെടുകയിൽ. തദിക്കറയാണ് ഖുർആൻ. ഇത്രയും ഒരു ഉത്ബോധനം നമ്മൾ മുമ്പിലുണ്ടായിട്ട് പല നിലക്കും നമ്മളതിനെ അവഗണിക്കുന്നുണ്ട്, നമ്മൾ തിരിഞ്ഞു കളയുന്നുണ്ട്. എന്തേ അവർക്ക് പറ്റിപ്പോയി എന്ന ചോദ്യത്തിൽ നമ്മളും ഒരു നിലക്കല്ലെങ്കിലും മറ്റൊരു നിലക്ക് പെടുന്നു എന്നത് ഗൗരവതരമാണ്. അതാണ് ഞാൻ അത്രയും പറഞ്ഞതിൻ്റെ ആശയം. അതിനി ഏതൊക്കെ തരത്തിലാണ് നമ്മളതിൽ പെടുന്നതെന്നല്ലേ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അപ്പം അതിന് ഓരോന്നും ഇങ്ങനെ മാറി നിൽക്കുക. ഒരു പേജ് എങ്കിലും ഒരു ദിവസം ഓതാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഈ ആളുകൾ എന്നെ ഒഴിവാക്കിയെന്ന് ഖുർആൻ പറയുന്നിടങ്ങും വേറൊരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ഖൗം എന്നെ മഹ്ജൂറാക്കി എന്ന്. അതിൽ നമ്മൾ പെടരുത്, മഹ്ജൂറാക്കരുത് നമ്മൾ ഖുർആനിനെ. ഓരോ രംഗങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ്. നമ്മൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാലേ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഖുർആൻ അവഗണിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ അവഗണന നമ്മൾ തീർക്കുക, പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇൻഷാ അള്ളാഹ് 50-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.